ഓറഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഓറഞ്ച് കഴിക്കുന്നതിന് മുമ്പേ അതിൻ്റെ തൊലി ഇതുപോലെ ഇളക്കിയെടുത്ത് മടക്കി മുമ്പിലിരിക്കുന്ന ചേട്ടനാണോ അനിയനാണോ അനിയത്തിയാണോ എന്ന് നോക്കാതെ കണ്ണിലേക്കൊരു കീറി കയറും. നമ്മൾ ഇതൊന്നും പറയാനല്ല ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടൊരു അടിപൊളി ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 3-4 ഓറഞ്ചിൻ്റെ തൊലി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ തൊലി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ വലിയ ജാറിനകത്തിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാനായിട്ട് പാടില്ല. വെള്ളമൊന്നും ചേർക്കാതെ ഈ കാണുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് മുഴുവനായിട്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 3 ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുള്ള തൊലി എടുക്കുക. ഇപ്പം 3 ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ അരച്ചപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തന്നെ വിനാഗിരിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ എത്രത്തോളമാണോ ഓറഞ്ചിൻ്റെ തൊലി അരച്ചെടുത്തിട്ടുള്ളത് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനായിരിക്കണം നമ്മൾ വിനാഗിരി ഒഴിച്ചെടുക്കേണ്ടത്. പക്ഷേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഒരു പാത്രം ഉപയോഗിച്ച് ഒന്ന് അടച്ചു വെച്ചേക്കുക. നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഒരു ദിവസം മുഴുവനായിട്ടും ഇത് നമ്മൾ അടച്ചു വെക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മൂടി തുറക്കുന്നതായിട്ടുള്ള സമയത്ത് ആ ഓറഞ്ച് തൊലിയുടെ കളർ മുഴുവനും അതിലിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ തൊലിയുടെ ആ ഒരു സത്ത് മുഴുവനും അതിലിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരു അരിപ്പയുടെ സഹായത്തോടു കൂടി ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഒന്നുകിൽ അരിപ്പ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു തുണിയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ആ നീര് മുഴുവനും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ നമ്മൾ മുഴുവനായിട്ടും ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് ബേക്കിംഗ് സോഡയോ അല്ലെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറോ ആണ്. ഇത് രണ്ടിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇട്ട് കൊടുക്കുന്നതായിട്ടുള്ള സമയത്ത് ഇത് നന്നായിട്ട് പതച്ചു പൊങ്ങി മുകളിലേക്ക് വരും. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനിയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിലെ ടൈൽസ് തുടയ്ക്കാനായിട്ട് നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് നമുക്കിതിൽ കുറച്ച് ഡ്രോപ്പ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തറ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. എത്ര കറ പിടിച്ചിട്ടുള്ള ടൈലാണെന്നുണ്ടെങ്കിലും അത് മുഴുവനായിട്ട് പോകാനായിട്ട് ഈ ഒരു ലിക്വിഡിന് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കിച്ചൺ സിങ്ക് കഴുകുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മീൻ വെട്ടിയതിന് ശേഷം ആ മീനിൻ്റെ ആ ഒരു ഉളുമ്പ് സ്മെല്ല് മാറാനായിട്ട് നമുക്കിത് കയ്യിലൊഴിച്ച് വാഷ് ചെയ്യാം. അതേപോലെ തന്നെ ആ പാത്രം, മീൻ എടുക്കുന്നതായിട്ടുള്ള ആ പാത്രമൊക്കെ കഴുകാനായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ദിവസം ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് മാത്രം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് കളയുന്ന ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഇതിന് നല്ലൊരു സ്മെല്ലാണ്. കാരണം ആ ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ കളയുന്ന ഈ ഒരു സാധനം ഉപയോഗിച്ച് ഇത്രയും ഗുണങ്ങൾ നമുക്ക് തറ തുടയ്ക്കാൻ മാത്രമല്ല നമ്മളുടെ അതുപോലെ തന്നെ പാത്രം കഴുകാനായിട്ടൊക്കെ വളരെയധികം നല്ലൊരു ലിക്വിഡാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്കും പറയുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ഒരു ലൈക്ക് നൽകുക. ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി ഇടുക.